ഹായ് എവരി വൺ, അൽഫി ടെക് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ടോപ്പിക്സ് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പോയിന്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് അനസ്തേഷ്യ മെഷീനിലെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആന്റി സ്റ്റാറ്റിക് റബ്ബർ ടയേഴ്സ് ടു പ്രിവെന്റ് കറന്റ് ഫ്ലോ എന്നതാണ്. ഓക്കെ, അനസ്തേഷ്യ മെഷീന്റെ ടയർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് ആന്റി സ്റ്റാറ്റിക് റബ്ബർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. നമുക്കറിയാം OTയിലെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ ഷോക്കോ സ്പാർക്കോ ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ OTയിലെ എക്യുപ്മെന്റ്സിന്റെയും സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും ഒക്കെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ ആന്റി സ്റ്റാറ്റിക് റബ്ബർ ആയിട്ടുള്ള ടയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അനസ്തേഷ്യ മെഷീന്റെ വീൽസ് മാത്രമല്ല ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, OTയിലെ എന്താ പറയാ ട്രോളീസ് ആയാലും എൻഡോസ്കോപ്പിക് കബോർഡ്സ് ആയാലും എന്ത് എക്യുപ്മെന്റ്സും, അതായത് വീലോട് കൂടി വരുന്ന എല്ലാ എക്യുപ്മെന്റ്സിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആന്റി സ്റ്റാറ്റിക് റബ്ബർ ടയർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പിസ്, അതായത് പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം ടു പ്രിവെന്റ് റോങ് പ്ലേസ്മെന്റ് ഓഫ് സിലിണ്ടേഴ്സ്. ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. അതായത് പിസിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ സിലിണ്ടറും നമ്മുടെ അനസ്തേഷ്യ മെഷീന്റെ ബാക്കില് യോക്ക് അസംബ്ലി, ഇത് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ സിലിണ്ടറിൽ രണ്ട് പിന്നുണ്ട്. അതേപോലെ ആ പിന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡയമീറ്ററിലും ഉള്ള രണ്ട് പിൻ ഫിക്സേഷൻസ് ആയിരിക്കും നമ്മുടെ യോക്ക് അസംബ്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്താൽ മാത്രമേ ഇരിക്കുള്ളൂ. ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അനസ്തേഷ്യ മെഷീന്റെ ബാക്കിലേക്ക് നമ്മൾ ഒരു സിലിണ്ടർ കൊണ്ടുപോവുക, ഒരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോവുക. അതിനെ നൈട്രസ് ഫിറ്റ് ചെയ്യേണ്ട ആ യോക്ക് അസംബ്ലിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്കത് ഫിറ്റ് ആവില്ല. കാരണം അതാണ് പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം. ഈ സിലിണ്ടറിലുള്ള പിന്ന് നമ്മുടെ യോക്ക് അസംബ്ലിയിലെ എന്താ പറയാ ആ ഹോളുമായിട്ട് മാച്ച് ആവില്ല. അതിനെയാണ് പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ കറക്റ്റ് ഓക്സിജൻ സിലിണ്ടർ വെക്കേണ്ട യോക്ക് അസംബ്ലിയിലേക്ക് ഫിറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് അത് ഫിറ്റ് ആകും. ഇതാണ് പിൻ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ് ആണ്, DISS. ഡിസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡയമീറ്റർ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം. ഇത് യൂസ് ചെയ്യുന്നത് ടു പ്രിവെന്റ് റോങ് ഫിറ്റിംഗ് ഓഫ് സെൻട്രൽ സപ്ലൈ പൈപ്പ് ലൈൻസിനാണ്. അതായത് എന്താ പറയാ, നമ്മളിപ്പം സിലിണ്ടർ നമ്മുടെ അനസ്തേഷ്യ മെഷീന്റെ യോക്ക് അസംബ്ലിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മളിപ്പോ ഒന്ന് നോക്കിയായിരുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് സെൻട്രൽ ലൈൻ സപ്ലൈയിലോട്ടുള്ള പൈപ്പ് ലൈൻസ്. നമുക്കറിയാം ഓരോന്നിനും കളർ കോഡിങ്സ് ഉണ്ട്. ഓക്സിജന്റെ കളർ കോഡിംഗ് അല്ല നൈട്രസ് ഓക്സൈഡിന്റെ, അതിന്റെ കളർ കോഡിംഗ് അല്ല എയറിന്റെ. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഓക്സിജൻ വൈറ്റ് കളർ ആണ് പൈപ്പ് ലൈനിന്റെ കളർ കോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സിലിണ്ടറിന്റെ കളർ കോഡിങ്സ് ഒക്കെ വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും, നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പൈപ്പ് ലൈൻസിന്റെ ഓക്സിജന്റെ നമ്മുടെ എന്താ പറയാ പൈപ്പ് ലൈൻ എടുത്തിട്ട് നമ്മളെ സക്ഷനിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയാ എയറിലോട്ടോ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ നമുക്കത് സാധിക്കില്ല. അതിനെയാണ് സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ എന്ന് പറയുന്നത്. അതായത് ഡയമീറ്റർ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക,
ഓരോ പൈപ്പ് ലൈൻ ഫിറ്റിങ്ങിന്റെയും ഡയമീറ്റർ ഡിഫറെന്റ് ആയിരിക്കും. അത് ഡിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഡയമീറ്റർ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം ആണ്. അപ്പൊ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടി, ഡയമീറ്റർ ആണ് ഡിഫറൻസ് വരുന്നത്. അതായത് ഓക്സിജൻ പൈപ്പ് ലൈൻ ഫിക്സേഷന്റെ ഡയമീറ്റർ ആയിരിക്കൂല നൈട്രസ് ഓക്സൈഡിന്റെ പൈപ്പ് ലൈൻ ഫിക്സേഷന്റെ ഡയമീറ്റർ. അപ്പൊ ഡയമീറ്ററിന്റെ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ഇതിനെ ഡയമീറ്റർ ഇൻഡെക്സ് സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓക്സിജന്റെ പൈപ്പ് ലൈൻ എടുത്ത് നൈട്രസ് ഓക്സൈഡിലോ നൈട്രസ് ഓക്സൈഡ് പൈപ്പ് ലൈൻ എടുത്ത് ഓക്സിജനിലോ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതൊരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തീഷ്യ മെഷീൻ ആണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ റെഡ്യൂസിങ് വാൽവ്സ്, അല്ലെങ്കിൽ നമുക്ക് APL വാൽവ് എന്ന് പറയാം. അഡ്ജസ്റ്റബിൾ പ്രഷർ പ്രഷർ ലിമിറ്റിംഗ് വാൽവ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്, എക്സസ് ആയിട്ടുള്ള പ്രഷർ പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ O2 ഫെയിലിയർ അലാം. O2 ഫെയിലിയർ അലാം എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഫെയിൽ ആവുകയാണ്, അനസ്തേഷ്യ മെഷീനിൽ നിന്നും ഓക്സിജൻ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ സിലിണ്ടറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സിലിണ്ടർ empty ആയി പോവുക, അല്ലെങ്കിൽ സെൻട്രൽ സപ്ലൈ എന്തെങ്കിലും കംപ്ലൈന്റ് വരിക, അങ്ങനെ ഓക്സിജൻ നിന്ന് പോകുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ നിന്നാൽ പോലും അനസ്തേഷ്യ മെഷീൻ നമുക്കതൊരു അലാം അടിച്ചു കാണിച്ചു തരും. അതായത് ഒരു സൗണ്ട്, നല്ല രീതിയിൽ ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഓക്സിജൻ തീർന്നിരിക്കുകയാണ്, അതനുസരിച്ചുള്ള എമർജൻസി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക, പേഷ്യന്റിനെ നമ്മൾ സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കാം. അപ്പൊ അതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫെയിൽ സേഫ് വാൽവ് ആണ്. അതായത് stops or decrease flow of other gases if O2 pressure falls. അതായത് ഓക്സിജന്റെ പ്രഷർ ഫോൾ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്യാസസ്, അതായത് ഇപ്പൊ നൈട്രസ് ഓക്സൈഡും ഓക്സിജനും കൂടെ നമ്മൾ പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓക്സിജൻ നൈട്രസ് ഓക്സൈഡും വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോ ഓക്സിജൻ ഫോൾ ഡൗൺ ആയി. നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി ഫീച്ചറിൽ എന്താണ് പറഞ്ഞ, ഓക്സിജൻ ഫോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അലാറം അടിക്കും. പക്ഷെ നമ്മൾ നൈട്രസ് വെച്ചേക്കുവാണ്, ആ നൈട്രസും ഓൾറെഡി ഡ്രോപ്പ് ഔട്ട് ആവും. അതായത് നൈട്രസ് മാത്രമായിട്ട് പേഷ്യന്റിലേക്ക് പോകില്ല. അതും സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തീഷ്യ മെഷീൻ ആണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫെയിൽ സേഫ് വാൽവ്. ഇത് നമ്മുടെ അനസ്തീഷ്യ മെഷീൻ അകത്തുള്ളതാണ്, നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കളർ കോഡിംഗ് ഓഫ് ഫ്ലോ കൺട്രോൾ നോബ്സ് ആണ്. നമുക്കറിയാം റോട്ടാമീറ്റർ, നമ്മുടെ അനസ്തീഷ്യ മെഷീന്റെ റോട്ടാമീറ്ററിന്റെ താഴെ ഇരിക്കുന്നത്, അതായത് ഓക്സിജനെയും എയറിനെയും നൈട്രസ് ഓക്സൈഡിനെയും ഒക്കെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആയിട്ട് ഓപ്പണും ക്ലോസും ചെയ്യാനുള്ള എക്യുപ്മെന്റ് ആണ് ഫ്ലോ കൺട്രോൾ നോബ് എന്ന് പറയുന്നത്. ഓരോ ഫ്ലോ കൺട്രോൾ നോബിലും കളർ കോഡിങ്സ് ഉണ്ട്. ഓക്സിജന്റെ കളർ കോഡിംഗ് ആയിരിക്കില്ല നൈട്രസ് ഓക്സൈഡിന്റെ കളർ കോഡിംഗ് ആയിരിക്കില്ല എയർ. അതുപോലെ തന്നെ അതിന്റെ സൈസിനും ഡയമീറ്ററിനും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ റോട്ടാമീറ്റർ എന്നും പറഞ്ഞൊരു ക്ലാസ് എടുക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. അപ്പോൾ നാളെ നിങ്ങൾ ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, ആ ഫ്ലോ കൺട്രോൾ നോബിന്റെ സൈസ് എങ്ങനെയാണ്, ഡയമീറ്റർ എങ്ങനെയാണ്, കളർ കോഡിംഗ് എങ്ങനെയാണ്, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ഫ്ലോ കൺട്രോൾ നോബ്സ്. നമ്മൾ അത് ആ പോയിന്റിന്റെ കൂടെ അങ്ങ് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പം ഓക്സിജന്റെയും എയറിന്റെയും നൈട്രസ് ഓക്സൈഡിന്റെയും ഒക്കെ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ഫ്ലോ കൺട്രോൾ നോബ്സും ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ OT പോവുക, അനസ്തേഷ്യ മെഷീൻ നോക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്സിജന്റേത് ഡയമീറ്റർ ഒക്കെ കുറച്ച് വലുതാണ്, കുറച്ച് തിക്നെസ് കൂടുതലാണ്, അതുപോലെ ഒരു ഫ്ലൂട്ട് കണക്കാണ്. അതിനെ പറ്റിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് ഞാനൊരു ക്ലാസ് ആയിട്ട് എടുത്തു തരാട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് O2 നൈട്രസ് ഓക്സൈഡ് പ്രൊപ്പോർഷനേറ്റിംഗ് ഡിവൈസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഓക്സിജൻ ഫോൾ ആയി കഴിഞ്ഞാൽ ഓക്സിജൻ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡും യൂഷ്വലി ഡ്രോപ്പ് ആവും. നൈട്രസ് ഓക്സൈഡ് മാത്രമായിട്ട് പേഷ്യന്റിലേക്ക് പോകില്ല. അതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. ഇനി 10th പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ബാക്ക് പാനൽ ഓഫ് റോട്ടാമീറ്റർ ടു ബി വിഷ്വലൈസ്ഡ് ഇൻ ഡാർക്ക്നെസ്. ഇത് നമ്മൾ OT പോവാം, ലൈറ്റ് ഒക്കെ ഫുൾ OTയിലെ ലൈറ്റ് ഒക്കെ ഒന്ന്
ഓഫ് ചെയ്തിട്ട് അനസ്തീഷ്യ മെഷീൻ ഓൺ ആക്കി വെക്കാം. ഓക്കെ, അനസ്തീഷ്യ മെഷീനിൽ നോക്കുമ്പോൾ നമുക്ക് ആ റോട്ടാമീറ്ററിന്റെ ബാക്കിൽ എന്താ പറയാ ഫ്ലൂറസെന്റ് കളറിൽ ലൈറ്റ് കത്തി നിൽക്കും പോലെ തോന്നും. അത് ഒരു സേഫ്റ്റി ഫീച്ചർ ആവേണ്ട ആവശ്യം എന്താണ്? ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് പോവാണ് ഒറ്റിയിൽ, അനസ്തീഷ്യ മെഷീൻ എന്തായാലും വർക്ക് ചെയ്യും, അതിന് ജനറേറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് വലിയൊരു ഡാമേജ് പേഷ്യന്റ് ഉണ്ടാക്കും എന്നുള്ള വറി നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷെ നമുക്ക് അനസ്തീഷ്യ മെഷീനിൽ എത്രത്തോളം ഓക്സിജൻ ഫ്ലോ പോകുന്നുണ്ട് എന്നൊക്കെ കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ റോട്ടാമീറ്ററിൽ എന്താ പറയാ ഫ്ലൂറസെന്റ് ബാക്ക് പാനൽ വരുന്നത്. ബാക്ക് പാനലിൽ ഫ്ലൂറസെന്റ് കളറിൽ നമ്മൾ ഡാർക്ക്നെസ്സിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ ഫുൾ OTയുടെ ലൈറ്റും ഓഫ് ചെയ്തിട്ട് അനസ്തേഷ്യ മെഷീൻ ഓൺ ആക്കിയിട്ട് റോട്ടാമീറ്ററിന്റെ ബാക്കിൽ ഫ്ലൂറസെന്റ് ആയിട്ട് കത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സൈറ്റഡോടുകൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനും അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ടാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ഈ കോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓട്ടോഫ്ലോമീറ്റർ ട്യൂബ് പ്ലേസ്ഡ് മോസ്റ്റ് ഡൗൺ സ്ട്രീം. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടോപ്പിക് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഇതിപ്പം ഞാൻ മനസ്സിലാക്കി തരാം. നമ്മുടെ റോട്ടാമീറ്റർ ഇരിക്കുന്നത് ഓക്സിജൻ, എയർ, നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെയാണ്. ഈ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഹലേഷൻ ഏജന്റ് ആയ സെവോഫ്ലോറൈനോ ഐസോഫ്ലോറൈനോ അടുത്തായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് മോസ്റ്റ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത്രയും അടുപ്പിച്ച് ഓക്സിജൻ വെച്ചു? നമ്മളിപ്പോ ഓക്സിജൻ എയർ നൈട്രസിന് പകരം നൈട്രസ് എയർ ഓക്സിജൻ എന്ന് വെച്ചാലുള്ള പ്രശ്നം എന്താണ്? ഇതൊരു ടോപ്പിക്കായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇത് വെക്കാൻ പാടുള്ളൂ. അത് ലീക്കേജിന്റെ കാര്യമാണ് ഇതിന്റെ മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുക്കാം കേട്ടോ. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി ആയി പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഇത് ഒരു സേഫ്റ്റി ഫീച്ചർ ആണ്. അതായത് ഓട്ടോഫ്ലോമീറ്റർ ട്യൂബ് മോസ്റ്റ് ഡൗൺ സ്ട്രീം ആയിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ വെൻ ദെയർ ഈസ് എക്സസീവ് പ്രഷർ ഇൻ മെഷീൻ. പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള പ്രഷർ മെഷീനിൽ ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോ ഫ്ലഷ് ക്യാൻ ഡെലിവർ ഹൈ ഫ്ലോ ഇൻ എമർജൻസി. ഓട്ടോ ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മൾ വൺ ടൈം ഓട്ടോ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന് എമർജൻസി ആയിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ പേഷ്യൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലോ ഇൻഡിക്കേറ്റർ, ഫ്ലോട്ടിംഗ് ഓർ നോട്ട്. ഓക്കെ, ഫ്ലോ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റോട്ടാമീറ്ററിലെ ബോബിനില്ലേ, അതിനെയാണ് ഫ്ലോ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീനിലാണ് വരുന്നത്. ഇത് എന്തുകൊണ്ട് സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആയിട്ട് വരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ബോബിൻ അല്ലെങ്കിൽ ഫ്ലോ ഇൻഡിക്കേറ്റർ റോട്ടാമീറ്ററിൽ നമ്മളിപ്പോൾ ഓക്സിജൻ ഓൺ ചെയ്യുന്ന സമയത്ത് ബോബിൻ മേളിലേക്ക് പോകും. ആ ബോബിൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഫ്ലോ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഈ ബോബിൻ ചെന്ന് അവിടെ പോയി, അതായത് ഇപ്പം 5 ഓക്സിജൻ വെച്ചു എന്ന് വിചാരിക്കാം, അവിടെ പോയി റൊട്ടേറ്റ് ചെയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും നമുക്ക് ഓക്സിജൻ ഫ്ലോ നടക്കുന്നുണ്ടോ എന്ന്? അപ്പോൾ അത് സ്റ്റക്ക് ആവരുത്, അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആയിട്ട് വരുന്നത് ഇത് കാരണമാണ് കേട്ടോ. ഇനി 15th പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോ അനലൈസർ പ്രിവെന്റ് ഡെലിവറി ഓഫ് ഹൈപ്പോക്സിയ മിക്സ്ചർ. ഹൈപ്പോക്സിയ മിക്സ്ചർ പേഷ്യന്റിലേക്ക് ഡെലിവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ അനലൈസർ ഉപയോഗിക്കുന്നത്. ഇനി 16th പോയിന്റ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ചെക്ക് വാൽവ്. അത് നമ്മുടെ മെഷീൻ അകത്തുള്ളതാണ്. അതും നമ്മളിപ്പം ഓക്സിജൻ ആണ് പേഷ്യന്റിലേക്ക് കൊടുക്കുന്നത്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെയും തിരിച്ച് പേഷ്യന്റിലേക്ക് പോകരുത്. അതിനെ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിനാണ് യൂണി ഡയറക്ഷണൽ ചെക്ക് വാൽവ് നമ്മുടെ അനസ്തേഷ്യ മെഷീനിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേപ്പറൈസേഴ്സ് ആർ ഏജന്റ് സ്പെസിഫിക് ആൻഡ് കളർ കോഡഡ്. എല്ലാ വേപ്പറൈസേഴ്സിനും കളർ കോഡ് ഉണ്ട്. നമുക്കറിയാം സെവോയുടെ കളർ യെല്ലോ ആണ്, ഐസോഫ്ലോറൈന്റെ കളർ പർപ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെ കളർ കോഡഡ് ആയിട്ട് ഇരിക്കുന്നത്. അതുപോലെ സെവോഫ്ലോറൈൻ ആ
വേപ്പറൈസറിലേക്ക് നമുക്ക് ഐസോഫ്ലൂറൈൻ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിനകത്ത് ഫില്ലിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർലോക്ക് മെക്കാനിസം ഓഫ് വേപ്പറൈസേഴ്സ് ആണ്. അതായത് നമുക്കറിയാം സെവോഫ്ലൂറൈനും ഐസോഫ്ലൂറൈനും അനസ്തേഷ്യ മെഷീനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വൺ ടൈം പേഷ്യന്റിന് എനിക്ക് സെവോഫ്ലൂറൈൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ, ഈ രണ്ട് ഇൻഹലേഷൻ ഏജൻസും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വൺ ടൈമിൽ നമുക്ക് ഐസോഫ്ലൂറൈൻ മാത്രമായിരിക്കും കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സെവോഫ്ലൂറൈൻ. ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ആയിട്ട് നമുക്ക് ഗ്യാസസിന്റെ കൂടെ ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതും ഒരു സേഫ്റ്റി ഫീച്ചർ ഓഫ് അനസ്തേഷ്യ മെഷീൻ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കളർ കോഡിംഗ് ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് പൈപ്പ് ലൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എല്ലാ സിലിണ്ടേഴ്സിനും കളർ കോഡിങ്സ് ഉണ്ട്, അതുപോലെ എല്ലാ പൈപ്പ് ലൈൻസിനും കളർ കോഡിങ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിഷ്വലൈസേഷൻ ഈസി ആക്കുന്നതും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും എന്താ പറയാ നമ്മുടെ OTയിലെ എക്യുപ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ വരും. ഇതിപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങളെടുത്ത് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കറക്റ്റ് പോയിന്റ്സിനുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എഴുതിയാൽ മാത്രം മതി നിങ്ങൾക്ക് 5 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. വെറും 19 പോയിന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി വീഡിയോസ് വരുമ്പോൾ ഒരുപാട് പോയിന്റ്സ് ആഡ് ചെയ്ത് പറയുന്നതാണോ വേണ്ടത്, അതോ കുറച്ച് പോയിന്റ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.